നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന്. നോക്കി, എന്നെക്കാലൊക്കെ എത്രയോ പ്രായമുള്ള മനുഷ്യനാണ് ആ കുട്ടീനെയും തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്. അയ്യോ, ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മലയാളികളെ മിസ് ചെയ്യരുത്. മലയാളികൾ തീരെ കുറവാട്ടോ. മലയാളികൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണത്. ഇവിടെ നിന്നൊക്കെ വീട് കഴിഞ്ഞാൽ പകുതി കാര്യത്തിൽ തീരുമാനമാവും. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. വെള്ളം തരില്ല, പക്ഷേ ഇവർ വെള്ളം തരുന്നുണ്ട്. കുപ്പിവെള്ളം തരിക, എന്നിട്ട് പൈസ മേടിക്കുക. പക്ഷേ ഇവർ നോർമൽ വെള്ളം ഒന്നും നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇതൊക്കെ അപൂർവമാട്ടോ അത്. ഗെയ്സ്, അങ്ങനെ ഞാൻ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ മലകയറ്റമാട്ടോ ഈ ദക്ഷിണ കൈലാസം എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഈ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 4-5 പേര് ഇപ്പം മരണപ്പെട്ടിട്ടുണ്ട്. മല കയറിയും ഇറങ്ങിയും വരുന്ന വഴിക്കാണ് ഓരോരുത്തരും മരണപ്പെട്ടുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ, അത്രയും കഠിനമാണ് ഈ മല കയറ്റം. അപ്പോൾ ഈ മല എന്തായാലും കയറിയിട്ടേ ഞാനും ഇറങ്ങിപ്പോകുന്നുള്ളൂ. മൊത്തം വീഡിയോ നിങ്ങൾ കാണണം, മസ്റ്റായിട്ട് കാണണം. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് സ്വാമിയോട് ചോദിച്ചോക്കോട്ടോ എങ്ങനെയുണ്ടെന്ന് അനുഭവമൊക്കെ. സ്വാമി, എപ്പടി இருக்கா உங்க எக்ஸ்பீரியன்ஸு சொல்லு. யூடியூப் சேனலா சோப்பெல்லாம் கிடைக்காது ഇല്ലേ? கொஞ்சம் ഹാർഡാக இருக்கான்னு പറഞ്ഞിരിക്കുക. നമ്മൾ ഈ കൊടുങ്കാട്ടിലൊക്കെ പോയാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? അതാണ് ഇവിടുത്തെ ഫീല്. ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ. സൗണ്ട് കേട്ടോട്ടോ. ഇവിടെ കൂടുതലും തമിഴ്നാട്ടുകാരാട്ടോ വരുന്നത്. സൗത്ത് ഇന്ത്യൻസാണ് കൂടുതലും വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ കയറി. ഇനിയിപ്പോൾ കയറിയതിൻ്റെ 10-15 ഇരട്ടി ഇനിയും കയറാനുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോഴേ ഒരു സ്വാമി നമ്മളോട് പറയുകയാണ്, ലേഡീസിന് ഇവിടെ എലൗഡല്ലാന്ന്. അതുപോലെ കപ്പിൾസും അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് പെടുത്താൻ പറ്റിയില്ല. തമിഴാണ്, കൂടുതൽ മനസ്സിലായില്ല. പക്ഷെ അവരുടെ വേഷമൊന്നും ശരിയല്ല. ടൈറ്റ് വേഷമൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ കയറുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവർ വിശ്വാസമോടെ പവിത്രതയോടെ കാണുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഫീൽ ഉണ്ടാവുമല്ലോ. അതാണ് സംഭവം. ഈ വരുന്ന ആൾക്കാരൊക്കെ നൈറ്റ് പോയിട്ട് മോർണിംഗ് ഇറങ്ങി വരുന്നതാണേ. സൺലൈറ്റൊക്കെ കണ്ടിട്ട്. നമ്മളിതിപ്പോൾ കയറിപ്പോകുന്നുള്ളൂ. ഇപ്പോഴും കുറച്ച് പോലും ആയിട്ടില്ല ആടാ. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന്. നോക്കി, എന്നെക്കാലൊക്കെ എത്രയോ പ്രായമുള്ള മനുഷ്യനാണ് ആ കുട്ടീനെയും തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്താണ് ഇവരുടെയൊക്കെ വിശ്വാസം? തീവ്രമായ വിശ്വാസം നല്ലതാണ്. അതേപോലെ തന്നെ അമ്മച്ചി കണ്ടോ, പകുതി എത്തുമ്പോൾ കുട്ടീനെ അമ്മച്ചി പിടിക്കും. ഇതേപോലത്തെ ഒരു കയറ്റം ഇത്ര കഷ്ടപ്പെട്ട് കയറാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് ആ കുട്ടീനെയും പിടിച്ചിട്ട് പോണ്. അയ്യോ, സമ്മതിക്കണം. ഇവരൊക്കെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കട്ടെ ദൈവം. അതിൻ്റെ അമ്മി ഇത്രയും വലിയൊരു കയറ്റം ഇറങ്ങി വരുന്നുണ്ടോ പാവം. വെള്ളേക്ക് കയറി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. തണ്ണിമത്തനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അയ്യോ, ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മലയാളികളെ മിസ് ചെയ്യരുത്. ഭക്തിയിലേക്ക് നിങ്ങൾ ഈ 7 മല കയറി ഇറങ്ങിയാൽ തന്നെ ആരോഗ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അയ്യോ, ഇപ്പോൾ ഒരു മല മുഴുവനായിട്ടില്ല. 7 മലയാണെന്ന് പറഞ്ഞത്. ഒരു മല മുഴുവനായിട്ടില്ല. അപ്പോൾ തന്നെ ടയേർഡായി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, അയ്യോ, എൻ്റെ കൂടെ വന്നവർക്ക് അവിടെ ഇവിടെയായിട്ട് ഇരുന്നു കേട്ടോ. അതായത് എൻ്റെ കൂടെ മല കയറിയവർ
അല്ലാണ്ട് എൻ്റെ കൂട്ടുകാരൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തായാലും വെള്ളം കണ്ടിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങാ. വെള്ളം കണ്ടിട്ട് ഇരിക്കുന്നുള്ളൂ. അപ്പം മേളിലൊരു അമ്പലം കാണാനുണ്ട്. അതാണ് തോന്നുന്നു ഒന്നാമത്തെ മല കഴിയുന്ന സ്ഥലം. അപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി കയറാം. மொத்தம் 7 மலை போகணும். 7 மலையில் ஃபஸ்ட்டு மலை கொஞ்சம் ரிஸ்க்காக இருக்கும். ஃபஸ்ட்டு மலை இதுதான். அது ஒன்று நம்ம விநாயகர் கோவில் முடிஞ்ச பின்னாடி. இதுதான் விநாயகர் கோவில். இது விநாயகர் கோவில். ஓகே. இது ஃபஸ்ட்டு மலை முடிஞ்சிச்சு. ரெண்டாவது மலை வழுக்கு பாறை. அது ஒரு பெரிய பாறையில் படிப்படிமாக ஸ்டெப்பாக அமைச்சிருக்காங்க. அது கடந்து போனோம்னாக்கா மூன்றாவது மலை. மூணாவது மலை ஒரு ஏற்றமும் இருக்குது, ஒரு இறக்கம் இருக்குது. 2 இதாக போகணும். அதுக்கப்புறம் 4வது மலை. அந்த 4வது மலையில் திருநீர் மலை. அது அந்த 4வது மலை கடந்து போனோம்னாக்கா கொஞ்சம் லாங் கொஞ்சம் கம்மியாக இருக்காது. 4ാമത്തെ മല കഴിഞ്ഞാൽ പിന്നെ കമ്മി തകരുക. കമ്മി. 7 ലാങ് അധികം. 7ാമത്തെ മല വലിയ മലയായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നാണ് ഏറ്റവും ടഫ്. 1ാമത്തെ മല ഏറ്റവും ടഫ്. ഓക്കെ. സ്വാമി എക്സ്പീരിയൻസ് പറഞ്ഞാണ്. താങ്ക് യു സ്വാമി. ഇവിടെ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, 1ാമത്തെ മല എത്തുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടും. കുപ്പി വെള്ളം കിടക്കാതെ. പ്ലാസ്റ്റിക് കുപ്പി കിടക്കാതെ. അത് തന്നെ നാരങ്ങ വെള്ളം. ലെമൺ ജ്യൂസ്. കുപ്പി വെള്ളം കിട്ടില്ല കേട്ടോ. ടയേർഡായിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ. അണ്ണാ തണ്ണി കിടക്കിയ പോലെ ദൂരം. അടുത്ത മല എவ்வளோ ദൂരം? 1 ஹவரா? முன்னாடி கிடைக்குமா? വാട്ടർ ബോട്ടിൽ கிடைக்குமா? ബോട്ടിൽ கிடைக்காது. മച്ചന്മാരെ, നമ്മളിത് ഇപ്പോൾ ഒരു മല കഴിഞ്ഞു, ഒരു അമ്പലം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 7 മലയാണ്. 6 മലയുണ്ട്. 6 മലയും കൂടി ഒന്ന് കയറണം. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ അഡ്വഞ്ചർ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, പിന്നെ ഫസ്റ്റ് 1ാമത്തെ മല കയറിയ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ 2ാമത്തെ മലയ്ക്കില്ല. ഇത് 2ാമത്തെ മല ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും കേട്ടോ. അത്രയധികം ടയേർഡാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാറ്റൂർ മലയോ ശബരിമലയോ ഒന്നും ഇതിൻ്റെ അടുത്തെത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത്രയ്ക്കധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. മല കയറി വരുന്നുണ്ട്. പല തരത്തിലുള്ള പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇവിടെ ഈ വയസ്സായ ആൾക്കാരൊക്കെ കയറി പോകണ കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് അവരൊക്കെ കാലങ്ങളായിട്ട് മല കയറുന്ന. എല്ലാ വർഷവും 3 മാസമുള്ളൂ കേട്ടോ. അതിൽ കൂടുതലുണ്ടാവില്ല. ഇത് കയറണം, മസ്റ്റായിട്ട് ലൈഫിൽ ഒരു വട്ടമെങ്കിലും കയറണം. ഒരു വട്ടം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും വർഷത്തിലൊരിക്കൽ കയറാൻ തോന്നുന്നൊരു മലയാണിത്. അത്രയധികം മനോഹരമാണ്. ഇതിൻ്റെ മൊത്തത്തിൽ എന്താ പറയുക സമി, ഒരു എക്സ്പീരിയൻസ് சொல்லுமா? മല കയറി ഇറങ്ങിയില്ലേ, உங்க ஒரு எக்ஸ்பீரியன்ஸு? இந்த மலையோடைய அம்சமே நம்ம உடலில் இருக்கக்கூடிய 7 சக்கரங்களுடைய தூண்டுதல். வடகையிலா இமயமலை மக்கள் போக முடியாத இதில் இங்கே தென்கையிலா அபூர்வ சக்தி படைத்தது. இங்கே வந்துட்டு போனால் உடல் ரீதியாக மிக சிறப்பானது. இனிப்போ எவ்வளோ மலை இருக்கா? இனி 4 மலை இருக்குங்கய்யா. 4 மலை இருக்கா? இங்கிலீஷ் இல்லை மாசியில் ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അവലോ? മാർച്ച് ഏപ്രിൽ മെയ്. ஆமாம், மாசி மாதம் 3 മാസം. മാർച്ച് ഏപ്രിൽ മെയ്യിലാണിത് ഓപ്പൺ ആവുന്നത്. കേരളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് കേട്ടോ.
தமிழ்நாடு 100% ரிஸ்க் எடுத்து பண்ணணும். കേരള 75% ക്ലോസ് ആയി ഒരു നവർ. അതെ, ഇത് സാധ്യം. ആത്മീയം ചേരി, பயணமும் சரி, காரியம் சரி, சமைத்த ഇറവനോടം സമയത്തെ കാര്യം 75% ക്ലോസ്. കേരളീയർ ആത്മീയ കാര്യമാണല്ലോ എന്ത് കാര്യമാണല്ലോ 75% എടുക്കുകയുള്ളൂ, തമിഴ്നാട്ടുകാർ 100% എടുക്കുമെന്നാണ് പറയുന്നത്. താങ്ക് യു. അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലൊരു സ്വാമീനൊക്കെ ഉണ്ടോ, സ്വാമി ചുമടുന്ന് വാങ്ങിയാട്ടോ പോണേ. നമ്മളൊക്കെ ഇത്രയും മടി കാണിക്കുന്നോടത്ത് സ്വാമി ചെരുപ്പിടാണ്ട് ചുമടുന്ന് വാങ്ങിയിട്ടാണ് പോണേ. സ്വാമീനൊക്കെ സമ്മതിക്കണ്ടേ. സ്വാമിമാർ ഭയങ്കര സ്നേഹം കേട്ടോ. നമ്മൾ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലായിടത്തും എന്താ പറയുക വെള്ളം തരില്ല, പക്ഷേ ഇവർ വെള്ളം തരുന്നുണ്ടോ, കുപ്പിവെള്ളം തരിക, എന്നിട്ട് പൈസ മേടിക്കുക. പക്ഷേ ഇവർ നോർമൽ വെള്ളം തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളവരാണ്. അതൊക്കെ അപൂർവം കേട്ടോ. അത് ഇവിടെ ഭയങ്കരമായിട്ട് കുരങ്ങനെ ശല്യം ഉണ്ട് കേട്ടോ. വേണ്ട തട്ടിപ്പറിക്കാൻ വരുന്നോ, അടി കിട്ടും. കുരങ്ങന്മാർ തട്ടിപ്പറിച്ചിട്ട് ഓടുക, സൂക്ഷിക്കണം. മൊബൈലായി ഉണ്ടെന്ന് തോന്നുന്നു, മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലേ തട്ടിപ്പറിക്കുള്ളൂ തോന്നുന്നു. വെള്ളം കുടിച്ച് മടുത്ത് കടകൾ കാണുമ്പോഴൊക്കെ നോർമൽ തണ്ണി കുടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ചോദിച്ചാൽ നോർമൽ തണ്ണി കിട്ടുമെന്ന്. തണ്ണി തരുമോ? ഇതെനിക്ക് വലിയൊരു അനുഭവമാണ്. എന്താ വെച്ചാൽ നമ്മൾ മലയിൽ കയറുമ്പോൾ എങ്ങനെ പോയാലും നമ്മളൊരു 3 കുപ്പിയെങ്കിലും വെള്ളം എടുക്കണം. വെള്ളം എടുത്തില്ലേ പണി കിട്ടും. ഇപ്പം എത്രാമത്തെ തൊട്ട് അറിയാം വെള്ളം കുടിക്കാൻ? പൊടി അലർജി ഉള്ളവർ പറ്റുമെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടോ കേട്ടോ. ചെറിയ അത് ഇതിൽ പൊടിയൊക്കെ ഉണ്ട്, അത്ര കാര്യമായിട്ടില്ല. ഈ വടി കുത്തിയിട്ട് കണ്ടോ, ഈ വടി കുത്തിയിട്ട് ചെറിയ രീതിയിൽ പൊടിയാവുന്നതാണ്. അപ്പോൾ പൊടി അലർജി ഉള്ളവർ മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല ഇതൊക്കെ താങ്ങാൻ ശേഷിയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കി ഇനിയും കുറച്ചുണ്ട്. 2ാമത്തെ മല എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. സ്വാമി 2ാമത്തെ മലതാ? ഇത് 2ാമത്തെ മലയാ. വേണ്ട, ഇവിടെ ഒരു ശിവൻ്റെ ഒരു ഇത് കുത്തിയിട്ടുണ്ട്. മല നോക്കി, ഭയങ്കര മലയാണ്. ഓക്കെ, എൻ്റെ അമ്മേ ഇത് കണ്ട. ഇതിപ്പോൾ നമ്മൾ ഇത്രയും കയറിയതിനേക്കാളും വഴി കുറച്ച് എന്താ പറയുക വീതി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, ആ വീതി കുറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട, നമ്മളിത് കയറി വന്ന വഴി കണ്ട, ഇത്തിരി കൂടി വീതിയുണ്ട്. വേണ്ട, പിന്നെ ഇവിടേക്ക് കയറുന്തോറും വീതി കുറഞ്ഞ് വരുന്നുണ്ട്. വേണ്ട, വഴിയുടെ വീതി കുറഞ്ഞു. അതേപോലെ തന്നെ ആൾക്കാർക്ക് കയറി പോകാനും ഇറങ്ങി വരാനും കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ടോ. ഇവിടെ കയറുമ്പോൾ ഇത്തിരി ഒന്ന് പേടിക്കേണ്ട സ്ഥലമാണ്. നോക്കി 2 സൈഡും തെന്നാൻ ചാൻസ് ഉണ്ട്. 2ാമത്തെ മലയുടെ എൻഡ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എങ്ങനെ സാധിക്കണം അവന് ഓടി കയറാൻ? വേണ്ട, വഴിയുടെ വീതി കുറഞ്ഞു വരികയാണ്. അതേപോലെ വേണ്ട, ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് കാണാനായിട്ട് വഴി. അതുപോലെ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ട വഴിയായേ. സ്വാമി നമ്മൾ വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ അനുഭവം പറയാൻ പറഞ്ഞു, അപ്പോൾ പറയാൻ പോവാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ വഴി കണ്ട വളരെ ബുദ്ധിമുട്ടാണ്. சொல்லு சாமி, உங்கள் எக்ஸ்பீரியன்ஸ் எப்படி? எங்கள் எக்ஸ்பீரியன்ஸா, இது வந்து நான் இமயமலையெல்லாம் போனேன், புரியுதா? கங்கோதரி, யமுனோதரி, பத்ரிநாத், அமர்நாத் போய் வந்துட்டேன். ஆனால் காசி போய் வந்தாச்சு. இதனுடைய இது வந்து தான் வந்து சிறப்பாக இருக்குது. புள்ளத்தை புரியுங்களா? നടക്കുന്ന പാതയിലിருந்து എല്ലാമേ ലാങ്. സ്വാമി പറയുന്നത് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. വേറെ ആളോട് ചോദിക്കാട്ടോ നമുക്ക്. മലയുടെ അടിയിൽ കൂടെ അകത്തേക്ക് പോകുന്ന കേട്ടോ കാണുന്നത്. ഉള്ളി കൂടെ കയറി പോട്ടെ നമുക്ക്. ഉള്ളി കൂടെ കയറിപ്പോയി കാണാം. അത് വീഡിയോ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അയ്യോ,
കണ്ടോ വലിയൊരു പാർക്കലാണ്. അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ അകത്തൊരു ശിവലിംഗം. സർപ്പാന്ന് തോന്നുന്നു. ഇതിനകത്ത് സ്വാമി ഇരിക്കണോ. ഓം നമ ശിവായ. കയറിയില്ലേ ഫസ്റ്റ് ടൈം. നമ്മളിവിടെ വന്നു ചെയ്തത് ഈ പാറേൻ്റെ അടിയിൽ കയറിയിട്ട് ഓം നമ ശിവായ പറഞ്ഞിട്ട് വേണം പോകാൻ. വേണ്ട ഇതിൻ്റെ അകത്തൊരു സ്വാമി ഇരിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു മാല കൊടുക്കണ്ട, ഒരു രുദ്രാക്ഷമാല കൊടുക്കുന്നുണ്ട്. സ്വാമി സ്വാമി ഇവിടെ ഊതുമാ. കണ്ടോ ഈ മലയുടെ അടിയിലാണ്, ഇത്രയും വലിയ മലയാണ്. എനിക്കൊരു രുദ്രാക്ഷമാലയൊക്കെ തന്നവർ കെട്ടിക്കോളാൻ പറഞ്ഞിട്ട്, സ്വാമി കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞു. സ്വാമി സ്വാമി കെട്ടിത്തരാം. സ്വാമി ഇത് കെട്ടി തന്നുണ്ട് നമുക്ക്. ട്രാവൽ താങ്ക് യു സ്വാമി. അപ്പോൾ സ്വാമി ഇത് നമുക്ക് കെട്ടി തന്നിട്ടുണ്ട്. ഇത് വേണ്ട, ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇത് കെട്ടിയെന്ന് പറഞ്ഞിട്ട് ചത്തു പോകത്തില്ല. നീ കയറാണ്ട് കേട്ടോ, കുറേ കയറാണ്ട്. നമ്മളിവിടെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ തിരക്കുണ്ടാവില്ല. വെള്ളിയാഴ്ച അല്ല, വ്യാഴാഴ്ച വരെ, വെള്ളി ശനി ഞായർ തിരക്കുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളി ശനി ഞായറൊക്കെ നമുക്ക് വെള്ളം കിട്ടും. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയൊക്കെ വെള്ളം കിട്ടാൻ ഇത്തിരി ചാൻസ് കുറവാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളിത് മല കയറുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക, ഒരാഴ്ച ഇങ്ങനെ ഒരു ജോഗിങ്ങിനൊക്കെ പോവുക, എന്നിട്ട് കയറുക. അല്ലാത്തവർ ശരിക്കും ടയേർഡാവും കേട്ടോ, ശരിക്കും ടയേർഡാവും. അപ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ജോഗിങ്ങിന് പോയിട്ട് ഈ മല കയറുക. മടുത്തു, ചെവി കൂടെ ഒക്കെ ഹെയർപ്പ് വരികയാണ്, അത്രയധികം ടയേർഡായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇനിയിപ്പോൾ ഒരു 3.5 മലയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ എത്തുമെന്നാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിനായിട്ട്, ഇപ്പം ഇതേപോലെ മരങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങളുണ്ടാവില്ല, അപ്പം നല്ല വെയിലായിരിക്കും. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പരമാവധി നൈറ്റോ മോർണിംഗോ കയറാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. നേരത്തെ എത്തിയതാണ്, ഇഷയുടെ അവിടെ പാർക്ക് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോൾ കുറച്ച് വൈകി, അതുകൊണ്ട് വെയിലത്ത് കയറേണ്ട വന്നു. പരമാവധി മാക്സിമം ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കയറുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പണി പാളൊന്നുമില്ല. ഈ കണ്ട ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ സ്റ്റാമിന ഉള്ളവർ കയറുക. ആക്ച്വലി നമ്മൾ 6 മണിക്ക് 7 മണിക്കും കണ്ട കയറിയെന്ന് തോന്നണം കേട്ടോ. 10 മണിയായി, 3 മണിക്കൂറായി. എന്നിട്ടും എന്താ പറയുക, ഒന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനിയും ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ കയറാനുണ്ട്. മലയാളികൾ തീരെ കുറവാട്ടോ. മലയാളികൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. മലയാളികൾ മസ്റ്റായിട്ട് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർ, യാത്ര ഇഷ്ടപ്പെടുന്നവർ, ഞാൻ 3-4 വട്ടം പറഞ്ഞു.
അത്രയധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത് ഭയങ്കര വഴിയാണ്. ഞാൻ ഇത്രയും അടുത്ത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണമെങ്കിൽ അമ്മാമ്മേനെ കണ്ടോ? അയ്യോ, ഞാൻ ഇത്രയും എടുത്തിട്ട് ഇവർ സമ്മതിക്കണം കേട്ടോ. ഇനി ഇതേപോലെ കയറാനുണ്ട്. കാറ്റ് കയറ ലെവലാ. നമ്മളൊക്കെയാണ് പ്രശ്നക്കാർ ലോക്കൽ. കേട്ടോ, നമുക്കിവിടെ അരുവി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കുറേ പേര് വെള്ളം പിടിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ പഴയ കുപ്പികളാണ്. നല്ല ഒന്നാന്തരം വെള്ളമാട്ടോ, നാച്ചുറൽ വെള്ളമാണ്, തണുത്ത വെള്ളമാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇവിടെ വന്ന് വെള്ളം പിടിക്കുന്നത്. അവർ നമ്മുടെ കുപ്പി മേടിച്ചിട്ട് നമുക്ക് വെള്ളം പിടിച്ച് തരുന്നുണ്ട് കേട്ടോ. പൈപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത് കേട്ടോ. മേളിൽ ഇതേ പൈപ്പ് ഇട്ടിട്ടുണ്ട് പാറയുന്ന. വേണ്ട, നല്ല ഒന്നാന്തരം തെളിനീരാണ്. നോക്കി, നാച്ചുറൽ വാട്ടർ. ഇത് കണ്ടോ, നമ്മൾ ഈ താഴത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതിവിടെ കണ്ടോ, നാച്ചുറൽ വെള്ളം. ഞാൻ പറഞ്ഞില്ലേ, അത് പാറയുടെ ഇടയ്ക്കുന്ന് വരുന്ന വെള്ളം കേട്ടോ. അത് ഓസിട്ട് പിടിച്ച് നമുക്ക് കുപ്പിയിൽ നിറയ്ക്കാം. നല്ല തണുപ്പാണ് വെള്ളത്തിന്. എങ്ങനെയാണ് ഇത്രയും പൊക്കത്തുനിന്ന് പാറയിൽ നിന്ന് വരുന്ന വെള്ളം ഇത്ര തണുപ്പൊന്നും അറിയില്ല. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി വാട്ടറാണ്. ഒരടി തെറ്റി കഴിഞ്ഞാൽ അത്ര അപകടം പിടിച്ച വഴിയാട്ടായി കാണുന്നത്. ഒന്ന് വീണാൽ തീർന്നു. ആ വഴി കൂടെയാണ് ഇത്രയധികം ആൾക്കാർ പാസ് ചെയ്ത് കൈലാസം, കൃഷ്ണ കൈലാസം എന്നുള്ള ശിവനെ കാണാൻ പോകുന്നത് കേട്ടോ. അത്രയ്ക്ക് അപകടം പിടിച്ച വഴിയാണ്. സമ്മതിക്കണം ഞങ്ങളെ അവരെ. നമ്മൾ ഇതുവരെ കണ്ടത് സാമ്പിള്. ഇത് കാണാൻ പോകുന്നതാണ് ഒറിജിനൽ എന്ന് പറയുന്ന പോലെയാണ്. ഇതുവരെ കണ്ടതൊന്നും ഒന്നും ആയിട്ടില്ല. ഇനിയുണ്ട് കേട്ടോ ഒരുപാട് പോകാനായിട്ട്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, വെളിയിൽ നിന്ന് വരുന്നുണ്ട്. കേരളത്തിലുള്ള ഒരു മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ അത്. ട്രക്കിങ്ങും അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും നേരം എന്താ പറയുക, മരങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇനി മരം ഇല്ല കേട്ടോ. നോക്കി മേളിലേക്ക് ഈ മരം നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നല്ല വെയിലായിരിക്കും. അതേപോലെ തന്നെ ഇത് കണ്ടോ, പാറക്കെട്ടുകളായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, അയ്യോ ലജ്ജാതിയോ, എൻ്റെ അമ്മേ പൊളി. എന്താ അടിപൊളി വ്യൂ ആട്ടോ. എടുക്കാം ഫോട്ടോ എടുക്കാം പോർട്രേറ്റ് എടുക്കാം. ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നത്. ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഇല്ലണ്ണേ, നല്ല അടിപൊളി ഫോട്ടോ എടുക്കാം. இவ்வளோ வந்தில்லே ஃபஸ்ட் டைம்மா? இவ்வளோ வந்து ஒரு எக்ஸ்பீரியன்ஸ் சொல்லுமா. அடிப்படையில் இருக்க எப்படி இருக்க? தமிழில் சொல்லிக்கோ. ആ എന്നാലും இவ்வளோ வந்தில்லே ஒரு எக்ஸ்பீரியன்ஸ் சொல்லுமா ஆரையிலும். சொல்லு. முதல்ல வரும்போது ரொம்ப கஷ்டமாக இருக்கும். முதல் டைம் வரும்போது 2-3 டைம் 4வது டைம் வரும்போது அந்த மலைகள் வந்து நமக்கு அதிகபட்சம் 3 மணி நேரத்தில் 4 மணி நேரம் தான் ஏற முடியும். 4 மணி நேரத்தில் மேலே போயிடலாம். இறங்க 2 மணி நேரத்தில் இறங்கலாம். இப்போ எவ்வளோ டைமாக இருக்குது നമ്മൾ താഴത്തുനിന്ന് இங்கே வந்துரு? எவ்வளோ இனி எவ்வளோ டைம் இருக்க? நீ ஒரு 3 மணி நேரம் ஆகும். சபரிமலையோட ஹெவியா இருக்கு. நீலிமலையில சாப்பிடும் போல இருக்குது. നമ്മൾ ഈ മലയൊക്കെ കയറിയിട്ട് ഇത്രയും നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും അടിപൊളി ഒരു വ്യൂ ഇന്നേ വരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും മനോഹരമാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. നിങ്ങൾ നോക്കി, ഈ കാണുന്ന മല കണ്ട. നിങ്ങൾ ഇവിടം വരെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂട്ടോ. എൻ്റെ പൊന്നി, അടിപൊളി വ്യൂ ആണ്. ഇനി മേളിലേക്ക് ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ
ഇപ്പോൾ 3 മണിക്കൂറായി എന്നാണ് പറയുന്നത് കയറിയിട്ട്. ഇനി മേളിലേക്ക് ഇതേപോലെ തന്നെ ഇനിയും സമയമുണ്ട്. ഇനി മരങ്ങൾ ഉണ്ടാവില്ല. ഇത് കണ്ട, ഇത്രയും നേരം നമുക്ക് മരങ്ങളുണ്ടായിരുന്നു, ഇനി മരങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കയറിയിട്ട് യൂട്യൂബേഴ്സ് കുറവാണ്. അപ്പോൾ എന്നെപ്പോലുള്ള അപൂർവ ചിലരൊക്കെ എടുക്കുന്നുള്ളൂ. മലയാളികൾ തീരെ കുറവാണ് യൂട്യൂബ് ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തവർ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, ഈ വീഡിയോ മൊത്തം കാണണം. അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. മനോഹരം ഞാൻ എടുത്ത് പറയുന്നത് നമുക്ക് എന്താ പറയുക, അതിനപ്പുറത്തേക്ക് വേറൊരു വേടില്ല. അത്രയും രസമായിട്ട് അത് കാണാനായിട്ട്. അയ്യോ, ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെയിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. എന്നാലും നമ്മൾ മല കയറി വന്നല്ലോ ഇവിടം വരെ, അത് തന്നെ വലിയ കാര്യം. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മല കയറി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് പോയി കഴിഞ്ഞാലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്, അത് മാത്രമല്ല യൂട്യൂബിൽ വെറുതെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമല്ല ഞാനിവിടെ കയറിയത്. എനിക്കും ഇത് ഒരുപാട് ഇഷ്ടമാണ്, ട്രക്കിങ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രക്കിങ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ കയറിയത്. നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഇനി അങ്ങോട്ട് കണ്ടോ, വഴി കണ്ടോ, നമ്മൾ എത്ര പിടിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല, അത്രയധികം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരം കേട്ട് നിങ്ങൾ മടുത്ത്, വേറെ വേടില്ല പറയാനായിട്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് കയറുന്നതും വരുന്നതും കാണുന്നതും. ഇത്രയും വലിയൊരു മലയിൽ കയറുന്നത്. ശബരിമലയൊക്കെ ഇതിൻ്റെ ഒന്നുമല്ല എന്നാട്ടാ പറയുന്നത്. അത്രയ്ക്കും വലിയ മലയാണ്, അത്രയ്ക്കും വലിയ മലയാണ്. ഈ പടികളൊക്കെ ചവിട്ടി കയറുക എന്ന് പറഞ്ഞാൽ തന്നെ, അയ്യോ, പടികളൊക്കെ ചവിട്ടി കയറുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇത് കണ്ട, മലയൊക്കെ കണ്ട, മേളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നിങ്ങൾ വെള്ളം എടുക്കുക, ഇനി അങ്ങോട്ട് വെള്ളം കിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരു 3 മലയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം കിട്ടാൻ ചാൻസ് കുറവാട്ടോ. ഞാനും അതേപോലെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിക്ക് 2 മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെള്ളം കിട്ടാൻ ചാൻസ് കുറവാണ്. അതേപോലെ തന്നെ മേളിലേക്ക് കയറുമ്പോൾ വെയിൽ കൂടുതലാണ്, മരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം എടുത്തു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കുപ്പി തന്നു. അപ്പോൾ ആ കുപ്പി മേടിച്ച് വെള്ളം നിറച്ചിട്ട് അടഞ്ഞപ്പോൾ കുപ്പി പോക്കറ്റിലിട്ടാ പോകുന്നത്. ഇതുണ്ടോ, ഈ വഴി കണ്ടോ, അത്രയും എന്താ പറയുക, അത്രയും ബുദ്ധിമുട്ടായ ചെങ്കുത്തായൊരു മല. അയ്യോ, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയുള്ളൂ. അതും എന്താ പറയുക, തലയ്ക്ക് മുകളിൽ സൂര്യൻ. വേണ്ട വഴി കണ്ട, എനിക്ക് കയറി വരുന്ന വഴി. കാര്യം നമ്മൾ മല കയറിയപ്പോൾ നമുക്ക് എന്താ പറയുക, ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലം ഇതാണെങ്കിൽ പോലും ഇത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഈ സ്ഥലം ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയത് ഈ സ്ഥലമാണെന്ന് തോന്നണം. എനിക്ക് ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്. ഇത് കണ്ട, വെള്ള മരങ്ങളൊന്നുമില്ല, ഫുൾ സൺലൈറ്റ്. എൻ്റെ പൊന്നോ, ഇനി ഇത് കയറി പോകുന്ന വഴി കണ്ടോ, ഇവിടെ നിന്നൊക്കെ വീട് കഴിഞ്ഞാൽ പകുതി കാര്യത്തിൽ തീരുമാനമാവും. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്, അത്ര അധികം ബുദ്ധിമുട്ട് പിടിച്ച വഴിയത്. എന്നിട്ട് ഈ വഴി കൂടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കടത്തി പോകണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, വയസ്സായ ആൾക്കാർ, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും സ്ത്രീകൾ കയറി പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകളെയും കണ്ടായിരുന്നു. പക്ഷെ സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു കേട്ടോ, അധികമൊന്നും ഉണ്ടായില്ല. ആ കാണുന്നതാണ് ശിവൻ്റെ, ഈശ ആദിയോഗിയുടെ പ്രതിമ അതാന്ന് തോന്നുന്നു കേട്ടോ. അതെ, അത് തന്നെയാണ്.
ആ കാണുന്നതാണ് ആദിയോഗി. അത് കണ്ട, നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ കറുത്ത ഒരു വലിയൊരു പ്രതിമ കണ്ടോ, അതാണ് ആദിയോഗി വരുന്നത്. ഈശാ സെൻറ്റർ അതാണ് കാണുന്നത്. അതിനിപ്പുറത്തേക്ക് വലിയൊരു മലയാണ്. കണ്ടോ, മൊത്തം ചുറ്റും മലയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ റേഞ്ച് കുറവായിരിക്കും കേട്ടോ. റേഞ്ച് തീരെ കുറവാണ്. എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചോട്ടെ, ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിലേ മോശം. ഒക്കെ ഇനി എവിടെ ഇറക്കാം? 3 മലേ 5, 6, 7 വന്നവരോ കമ്മിതാ. ഇനിയൊരു 3 മലയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് 4ാമത്തെ മലയാ? ഇത് 4ാമത്തെ മലയാ? ഇത് 4ാമത്തെ മലയാണ്. 4ാമത്തെ മല കഴിയാറായി. ഇനിയൊരു 3 മലയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കഴിയും. എന്നാ പോകാ തിരുമ്പി വരട്ടോ. 4ാമത്തെ മല കഴിയാറായി. എത്ര നേരമായി അറിയോ? ഇപ്പം 4ാമത്തെ മല കഴിയാറായിട്ടുള്ളൂ. അത്ര എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടാ അല്ലേ? இது ஒரு நல்ல ட்ரெக்கிங்காக இருக்குது. போகிறது ஏறி இறங்குறதுக்கு நல்ல அருமையாக இருக்குது. சிவனை பார்த்தா சிவனை அருமையாக இருக்குது. தரிசனம் பண்ணுறது ரொம்ப விசேஷம். இது ஃபஸ்ட் டைமா? எஸ், ஃபஸ்ட் டைம். ഓക്കെ, താങ്ക് യു. നമ്മൾ പോകുന്നവരോടൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, വേറൊന്നുമല്ല. ഞങ്ങളുടെ അഭിപ്രായം മാത്രം കേട്ടിട്ട് നിങ്ങളിത് കാണരുത്. കയറി വന്നവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണണം. ഇവരുടെ അഭിപ്രായം കൂടി കേൾക്കണം നമ്മൾ. അതായിരിക്കും അടിപൊളി. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുന്നത്. കൂടുതലും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യൻസ് തന്നെയാണ് കൂടുതലും. നോക്കിയേ, ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ എൻ്റെ അമ്മോ എന്തൊരു മല. ഇത് കണ്ട, ഇതാരാണോ കണ്ടുപിടിച്ചത്? ആളെ സമ്മതിക്കണം. 1 மணிக்கெல்லாம் போயிடுவோமா? ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതൊക്കെ എന്താ പറയുക, ഇത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ പണ്ട് കാലത്തെ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. അവിടെയൊക്കെ കയറി ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കയറി ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, മുകളിലേക്ക് കയറുന്നതോറും പൊടി ഇത്തിരി കൂടി വരുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഇത് കണ്ടോ, പൊടി തെറിക്കുന്നുണ്ടേ. പലരും പല ടൈപ്പ് ആൾക്കാരാണല്ലോ. നോക്കി ഉറങ്ങണം കണ്ട, ക്ഷീണിച്ചിട്ട് പാവം. ഇറങ്ങി വരുമ്പോൾ മടുത്തിട്ട് ഉറങ്ങുന്നതാണ്. മടുത്തിട്ടുണ്ടാവും, അത്ര അധികം ഉണ്ടല്ലോ. വേണ്ട, ഇവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്. സത്യത്തിൽ ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ ടയേർഡായിട്ടാണ്. എന്താ പറയുക, ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ എക്സ്പീരിമെൻ്റ് ചെയ്യുന്നത്. ലൈഫിൽ ഫസ്റ്റാണ് ഇത്രയും വലിയ മലയൊക്കെ കയറുന്നത്. അപ്പോൾ ഇപ്പം കൂടുതൽ ടയേർഡായി. പക്ഷേ ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇരിക്കാൻ കുറച്ച് തണലുള്ളൊരു പ്ലേസ് പോലും ഇല്ല. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി നോക്കി നോക്കാം ഇരിക്കാൻ സ്ഥലം ഉണ്ടോന്ന്. വേണ്ട, കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 2 മണിക്കൂർ മുകളിലേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ കയറിയത് പോലെ ആയിരിക്കില്ല, ഇത്തിരി കൂടി മെല്ലെ ആയിരിക്കും തിരിച്ചു വരുമ്പോൾ പോകുന്നത്. അപ്പോൾ ഇത്രയും കൂടി സമയം വൈകും. ഞാനൊരു ഉച്ചയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉച്ചയൊന്നുമല്ല, തിരിച്ചു വരുമ്പോൾ 4 മണി കഴിയും. സത്യത്തിൽ ഞാൻ ഒരു മടിയനാണ്. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ മല ഒട്ടുമിക്ക ആൾക്കാർക്കും കയറാവുന്നതാണ്. പൊതുവേ ഞാൻ എല്ലാ കാര്യത്തിലും മടി കാണിക്കാറില്ല. അപ്പോൾ ഇത് കയറുക, എക്സ്പീരിയൻസ് ചെയ്യുക.
ഒരു വട്ടമെങ്കിലും ലൈഫിൽ കയറുക, അത്രയും നല്ലതായിരിക്കും. ഇവിടെ വല്ല ഇരിക്കാൻ സ്ഥലം ഉണ്ടോ നോട്ടെ, കുറച്ച് പേര് ഇരുന്നിട്ട് പോവാം. ഇവിടെ ഒരു കടയൊക്കെ കണ്ടേ. ഇപ്പോൾ കടയുടെ അടുത്തുനിന്ന് നോക്കി കടയൊക്കെ കണ്ട് അവിടെ ഇരിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് കയറി നോക്കാം. അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. നമ്മുടെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ നോക്കി നിൽക്കുന്നതാണ് ആൾക്കാർ. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, എന്താ പറയുക, ചാനൽ എന്താണ്, ചാനലിൻ്റെ പേരെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ റേഞ്ച് കുറവാണ്. അല്ലെങ്കിൽ കൈയോടെ നമ്മളൊരു 1000 പേരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്. മലയാളികളല്ല കേട്ടോ, സൗത്ത് ഇന്ത്യൻസാണ്. അവർ നല്ല സപ്പോർട്ടാണ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്ത് അപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അത് വലിയൊരു പോസിറ്റീവാണ്. എനിക്ക് വലിയൊരു മല അവിടെ ഉണ്ട് കേട്ടോ, ഒരു വലിയൊരു മല വേണ്ട. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കാടാണ്. ഈ വഴി കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അലൗഡ് അല്ല, അല്ലെങ്കിൽ ആൾക്കാർ കൂടുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഗൈസ്, ഇത്രയും കയറിക്കൊണ്ടിരുന്നപ്പോൾ മരങ്ങളുണ്ടായിരുന്നു. ഇനി നമുക്ക് മരങ്ങളില്ല. അപ്പോൾ ഇനിയുള്ളത് ഇത്രയും കയറിയതിൻ്റെക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ളതാണ് നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ടത്. കാരണം ഇപ്പം തന്നെ കയറി ആകെ ടയേർഡായി, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അതുമാത്രമല്ല, 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ പിടിച്ച് നിൽക്കുന്നത്. ഓരോ ഭാഗത്ത് നമ്മൾ കയറുമ്പോഴും എന്താ പറയുക, നമുക്ക് ദാഹിക്കുമ്പോൾ കറക്റ്റ് ഒരടപ്പ് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ ബോട്ടിൽ. അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള യാത്ര നിങ്ങൾ കാണണം, അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഇതും കാണുക, ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയും കാണുക. ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ അടുത്ത വീഡിയോ, അതാണ് ഏറ്റവും ഡേഞ്ചർ, അതും കാണുക. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.